ഞാൻ ഡോക്ടർ പ്രിയ ജോയ്, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്, ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആസ്മയെക്കുറിച്ചാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്ന ഒരു പ്രക്രിയയാണ് ശ്വാസോച്ഛ്വാസം. നമ്മൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും തിരിച്ചറിയാറില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാർ ആകുന്നത്. ശ്വാസതടസ്സമുണ്ടാക്കുന്ന വളരെ സാധാരണമായ ഒരു രോഗമാണ് ആസ്മ. ആസ്മ രോഗികൾക്ക് ചില പ്രത്യേക പ്രേരഘടകങ്ങൾ കൊണ്ട് സമ്പർക്കം വരുമ്പോൾ ആണ് ഉണ്ടാവുന്നത്. ഇതിനെ നമ്മൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും. എന്താണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ്? പുകയും പൊടിയും തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള പൂപ്പൽ, ചിതൽ, ഹൗസ് ഡസ്റ്റ് മൈറ്റ്, പാറ്റ, വളർത്തു മൃഗങ്ങളുടെ രോമം, ഇതെല്ലാമാണ് സാധാരണമായി കാരണങ്ങളാവാറുള്ളത്. എന്താണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ഇതിനുമായിട്ട് സമ്പർക്കം വരുമ്പോൾ ശ്വാസനാളയത്തിൽ ഭിത്തികളിൽ നീർക്കെട്ടുണ്ടാവുകയും ശ്വാസനാളയത്തിന്റെ വ്യാപ്തി കുറയുകയും ശ്വാസനാളയം ചുരുങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമുക്ക് ആസ്മ ഉണ്ടാകാറുള്ളത്. പൊതുവെ ആസ്മ ഒരു പാരമ്പര്യ രോഗമാണ്. പക്ഷെ ചിലരിൽ ചെറിയ വ്യായാമം ചെയ്യുമ്പോഴോ എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോഴോ ഒക്കെ ആസ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. ആസ്പിരിൻ, ബീറ്റ ബ്ലോക്കേഴ്സ് എന്നിവ മരുന്നുകൾ ചിലപ്പോൾ കഴിക്കുമ്പോൾ ആസ്മയുള്ള രോഗികൾക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചില പ്രത്യേക ജോലികൾ, പരുത്തിയുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ, ക്വാറി വർക്കറിലെ, അതുപോലെ പൊടിയുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ, ഇതെല്ലാം ചെയ്യുന്നവർക്ക് ആസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആസ്മയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചുമ, ശ്വാസമുട്ട്, വലിവ്, കിതപ്പ്, ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്ന സിംറ്റംസ്. അത് മാത്രമല്ലാതെ ആസ്മയുള്ളവർക്ക് ഒരു നെഞ്ചിൽ ഭാരം, ചെസ്റ്റ് ടൈറ്റ്നസ് എന്നിവയും പറയാറുണ്ട്. സാധാരണ ഒരു ജലദോഷം പോലെ വന്ന് പിന്നെ അത് മൂക്കൊലിപ്പായി ശ്വാസം മുട്ടലായി മാറുന്നതാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ ആസ്മ എക്സാസർബേഷൻ എന്ന് പറയുന്നത്. കുത്തിച്ചുമയാണ് സാധാരണ കാണുന്നതെങ്കിലും ഇൻഫെക്റ്റഡ് ആയാൽ കഫം നിറഞ്ഞ ചുമയും ആകാം. ആസ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയും അതിരാവിലെയുമാണ് അതിന്റെ രോഗലക്ഷണങ്ങൾ കൂടുന്നത്. ആസ്മയുടെ സിംറ്റംസ് എപ്പിസോഡിക് ആണ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ എപ്പോഴും രോഗലക്ഷണങ്ങൾ കൂടുതലാവണം എന്നില്ല. ചില സമയത്തിൽ കൂടുതലായിരിക്കാം, ചില സമയം രോഗലക്ഷണങ്ങൾ കാണാതെയും ഇരിക്കാം. ആസ്മ രോഗം എങ്ങനെ നിർണ്ണയിക്കാം? ആസ്മ രോഗം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതിന് പല ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് ബ്ലഡ് ടെസ്റ്റുകൾ, ഈസ്നോഫിൽ ലെവൽ, ഇമ്യൂണോഗ്ലോബുലിൻ IG ലെവൽസ്, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അലർജി കാരണം വരുന്ന ആസ്മയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഏറ്റവും മുഖ്യമായ ഒരു ടെസ്റ്റാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ സ്പൈറോമെട്രി എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ടെസ്റ്റാണ്. നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി എത്രയുണ്ട് എന്നറിഞ്ഞ് നമ്മൾ അതിനൊരു കട്ട് ഓഫ് വാല്യൂ വെച്ച് അതിന് ശാസ്ത്രീയമായി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് ഈ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. വേറൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് അലർജി കണ്ടുപിടിക്കാനുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് ആണ്. ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അലർജൻ എന്താണ് എന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കാനും പ്രതിരോധിക്കാനും സാധിക്കുന്നു. പ്രതിരോധിക്കാം. ഏറ്റവും മുഖ്യമായിട്ട് നമുക്ക് പ്രേരക ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പൊടി പടലങ്ങൾ, തണുത്ത അന്തരീക്ഷങ്ങൾ, ചില മരുന്നുകൾ, ആഹാരം എന്നിവ ഒഴിവാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആസ്മയുടെ ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമേ ആസ്മ രോഗം നിർണയിച്ച് അത് ചികിത്സിക്കുന്നത് ഫലപ്രദമായി നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുഖ്യമായ ചികിത്സ ശ്വാസകോശം ചുരുങ്ങുന്നതാണ് ആസ്മ എന്ന രോഗം. ശ്വാസകോശം വികസിക്കാനുള്ള മരുന്നുകളാണ് നമ്മൾ ആസ്മ രോഗത്തിന് കൊടുക്കുന്നത്. ഇത് ഇപ്പോൾ ഇൻഹേലേഴ്സ് മൂലമാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും മിനിമൽ ഡോസിൽ മൈക്രോഗ്രാം അളവുകളിൽ മാത്രമാണ് ഇൻഹേലേഴ്സ് നമ്മുടെ ശ്വാസകോശത്തിൽ ആ മരുന്ന് എത്തുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശ്വാസകോശങ്ങളിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സ് വളരെ 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 കുറവാണ്. അതുകൊണ്ട് ഇൻഹേലേഴ്സ് ആണ് ഏറ്റവും ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ് രീതി ആസ്മയ്ക്ക്. കഠിനമായ ആസ്മ വരുമ്പോൾ നമ്മൾ അതിനെ ഇഞ്ചക്ഷൻ കൊണ്ടും സ്റ്റിറോയിഡ്സ് കൊണ്ടും നെബുലൈസേഷൻസ് എല്ലാം കൊണ്ട് നമുക്ക് അതിനെ ചികിത്സിക്കാവുന്നതാണ്. ഏറ്റവും മുഖ്യമായ ഒരു കാര്യം ഇതിൽ ഇൻഹേലേഴ്സ് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ ടെക്നിക്ക് നമ്മൾ അറിഞ്ഞ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആസ്മ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസാണ്. പക്ഷെ അതിനെ നമ്മൾ കറക്റ്റായിട്ട് ആസ്മ രോഗം നിർണയിച്ച് അതിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാമെങ്കിൽ നമുക്ക് ഫലപ്രദമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്.